ജോക്സ് എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രി ആണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ മൊണാസ്ട്രി എന്നും. ഇതൊക്കെ ഇത്രയും മനോഹരമായി ഉണ്ടാക്കിയ ഹായ് ഫ്രണ്ട്സ്, ട്രാവലർ സെർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കർണാടകയിലെ കൊല്ലഗൽ ഡിസ്ട്രിക്റ്റിലുള്ള അധികം ആർക്കും അറിയാത്ത ദൊന്തലിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. ഇത് ആക്ച്വലി ഒരു ടിബറ്റൻസിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ടിബറ്റൻസ് മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ സോക്ചെൻ എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രിയിലാണുള്ളത്. സോക്ചെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണ്. ഇനി അതിനകത്ത് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ആ ഒരു മൊണാസ്ട്രിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പുറമേ നോക്കിയപ്പോൾ അത് ഓപ്പൺ അല്ല. ഇങ്ങനെ മറ്റേതെങ്കിലും സൈഡിൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലും കൂടെ കാണിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി അലൗഡ് ആണെങ്കിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ സോക്ചെൻ എന്ന് പറഞ്ഞ മൊണാസ്ട്രി. അപ്പോൾ ഈ കാണുന്ന മൊണാസ്ട്രീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ മൊണാസ്ട്രിയാണിത്. അപ്പോൾ നമ്മൾ സമയം നോക്കിയപ്പോൾ 3 മണി വരെയാണ് സമയമുള്ളത്. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തിയ സമയത്ത് ക്ലോസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെയുള്ള വളരെ വലിയൊരു മൊണാസ്ട്രിയാണ്. ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു മൊണാസ്ട്രീൻ്റെ മേലൊരു ഫസ്റ്റ് ഫ്ലോറും കൂടി ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇവരുടെ പ്രേയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു 1 hour നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം തന്നെയുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇരിക്കാം. ഇപ്പോൾ നട്ടുച്ച 2 മണിയായിട്ട് നല്ല വെയിലാണ്. അപ്പം അതൊരു നമ്മളെ അലട്ടുന്നൊരു വിഷയം തന്നെയാണ്. എന്നാലും നമുക്ക് മൊണാസ്ട്രിക്ക് അകത്തേക്ക് കയറാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മൊണാസ്ട്രീൻ്റെ അകത്തേക്കല്ല, ഇതിൻ്റെ ഒരു കോറിഡോറിലേക്ക് കയറി. അപ്പോൾ ഈ ഒരു മൊണാസ്ട്രീൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഒരു മൊണാസ്ട്രി അൺവീൽ ചെയ്തിരിക്കുന്ന ദലൈലാമയാണ് 1992. അപ്പോൾ ആ ഒരു കാലഘട്ടം, ആ ഒരു സമയം മുതൽ നമ്മൾ ഈ ഒരു മൊണാസ്ട്രി നിലവിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞത്. പക്ഷേ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പം ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒരുപാട് വില്ലേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ എല്ലാ വില്ലേജസിലേക്കും കയറി ചെല്ലാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ഈ ഒരു മൊണാസ്ട്രി ഇപ്പോൾ നിലവിൽ ക്ലോസ് ആണെന്നാണ് തോന്നുന്നത്. ഇനി ഒരു മൊണാസ്ട്രിയിലെ ഈ ഒരു ഡോറ് കണ്ടില്ലേ, ഭയങ്കര അടിപൊളിയായിട്ട് ഈ ഒരു ഡോറൊക്കെ അവർ പണിതിരിക്കുന്നത് നോക്കി. നമ്മളിത് തുറന്ന് കാണത്തില്ല, അവർ നമുക്കിത് തുറന്നു തരാൻ വേണ്ടി ഇദ്ദേഹം വന്ന് ചോദിച്ചു. അപ്പം ഉള്ളിലേക്ക് തുറന്നു തരാൻ വേണ്ടി ചെറുക്കൻ്റെ നമ്മളിപ്പോൾ മൊണാസ്ട്രിനുള്ളിലാണ്. ആ ഒരു സൈഡ് നേരെ ഉള്ളിലേക്ക് വന്ന് ഉള്ളിലത് ഈ കാഴ്ചയാണിത്. ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ 3 ഐഡൽസാണ് അവർ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഐഡൽ കണ്ടില്ലേ, ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതൊക്കെ ഇത്രയും മനോഹരമായി ഉണ്ടാക്കി അത് കാണാൻ പറ്റുന്ന വലിയൊരു അത്ഭുതം തന്നെയാണത്. കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ ദലൈലാമേൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സൈഡിൽ ബുദ്ധനെ നമുക്ക് കാണാം. പിന്നെ ആ ഒരു സൈഡിലായിട്ട് മറ്റൊരു ഫോട്ടോയും കൂടെ കാണാം. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മൊണാസ്ട്രി. ഇപ്പോൾ മൊണാസ്ട്രിൻ്റെ സൈഡിൽ നമ്മൾ ഈ ഡ്രം പോലുള്ള ഈ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ സെൻറ്ററിൽ 2 ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ നെയിം എനിക്ക് എന്തായാലും അറിയില്ല. അപ്പം ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് ഈ ഒരു വളരെ മനോഹരമായിട്ട് പണിത് വെച്ചിരിക്കുന്ന ഈ ഒരു ബുദ്ധൻ്റെ പ്രതിമ കാണാം. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് മറ്റൊരു ഫോട്ടോയും പിന്നെ വേറെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ ഈ ഒരു പ്രതിമേൻ്റെ മാത്രമല്ല, ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ദലൈലാമേൻ്റെ ഫോട്ടോ കാണാം. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് റെംബോച്ചെ, ഇത് റെംബോച്ചേൻ്റെ പ്രതിമയാണെന്നാണ് പറയുന്നത്. और उधर क्या है वो वाला ഡോൾമ. ठीक है, ഓക്കെ. ഡോൾമ എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. हाँ गुरुजी, आपका बड़ा गुरुजी. ओह, किधर रहते हैं? इधर रहते हो? भैया ये है ना, हाँ ये हो गया, ये मूर्ति. हाँ ठीक है, धर्मा करके. हाँ हाँ हाँ, ओके ओके. पाप गया है, पाप करना. हाँ हाँ, ऐसे 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 कर ऐसे कर तो आपके पाप सब जाएगा. हम ऐसे करेगा. ओके ओके. इधर हम लोग इधर पूजा करने आएगा तो ऐसे करना. फिर आए तो फिर हम ऐसे ऐसे 3 बार करेगा और बैठेगा इधर. हाँ हाँ.
അപ്പം നമ്മളിതാ ജോക്സൺ എന്ന് പറഞ്ഞ ഈ ഒരു മൊണാസ്ട്രി കണ്ടു. മൊണാസ്ട്രി അടിപൊളി. നിങ്ങൾ എന്തായാലും ഈ ഒരു മൊണാസ്ട്രി കാണേണ്ടത് തന്നെയാണ്. അത്രത്തോളം വലിയൊരു മൊണാസ്ട്രി ആണുള്ളത്. അപ്പോൾ നമ്മൾ ആ മൊണാസ്ട്രി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് ഫുള്ള് എന്താ പറയുക കൃഷി സ്ഥലങ്ങളാണ്. ഈ ഒരു സൈഡ് മുഴുവനായിട്ട് നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഈ കാണുന്നതാണ് മൊണാസ്ട്രി. നമ്മളവിടെ ചെന്ന സമയത്ത് 2 കുഞ്ഞു മോങ്സ് വന്ന് നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എവിടുത്തെ ഏറ്റവും വലിയ മൊണാസ്ട്രി ആണെന്നും അതേപോലെ തന്നെ ഞാൻ ജോക്സൺ എന്നാണോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഈ ഒരു മൊണാസ്ട്രീൻ്റെ പേര് ജോക്സൺ എന്നാണ് അവർ പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പം ജോക്സൺ എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രിയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ മൊണാസ്ട്രി എന്നും പിന്നെ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെയാണുള്ളതെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം ബാംഗ്ലൂരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു 1 ഡേ ട്രിപ്പ് പോലെ വന്ന് കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.